കോഴിക്കോട് നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലോഡ്ജുകൾ കൂടുതലും PVS ഹോസ്പിറ്റൽ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ, അതായത് പുറത്തേക്കിറങ്ങുമ്പോൾ വലതുഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ, കാർ പാർക്കിംഗ് ഗേറ്റിന്റെ മുൻപിൽ കല്ലിങ്ങൽ ഭഗവതി ക്ഷേത്രം കാണാം. ഇവിടെ നിന്ന് PVS ഹോസ്പിറ്റലിലേക്കുള്ള 350 മീറ്റർ നീളമുള്ള റോഡ് ധാരാളം ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ ഉള്ള ഏരിയയാണ്. 2 റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ആനി ഹാൾ റോഡിൽ ലോഡ്ജുകളില്ല. കല്ലിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് കൂടി 5 മിനിറ്റ് നടന്നാൽ ഇടത് ഭാഗത്ത് ഓരോന്നായി ലോഡ്ജുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. വലത് ഭാഗത്ത് റെയിൽവേ ലൈനാണ്. 1 വേ ആയതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ PVS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞു ചുറ്റി ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ആദ്യം കാണുന്നത് അറോറ ടൂറിസ്റ്റ് ഹോമാണ്. ഇവിടെ 600 രൂപയാണ് ദിവസ വാടക. അത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഹോമാണ്. ഇവിടെ 700 രൂപയാണ് ദിവസ വാടക. അത് കഴിഞ്ഞാൽ 1 ഡേ പാലസ് എന്ന പേരിൽ 2 ലോഡ്ജുകളുണ്ട്. ആദ്യത്തേത് ഡോർമെറ്ററി ആണ്, എയർ കണ്ടീഷൻഡ് ആണ്, 300 രൂപയാണ് ദിവസ വാടക. രണ്ടാമത്തേത് സാധാരണ ഹോട്ടലാണ്, 1500 രൂപയാണ് വാടക. ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിനു പുറമെ മെഡിക്കൽ ഷോപ്പിനടുത്ത് ഹോട്ടൽ സാഗര എന്ന റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ്. അതിനടുത്ത് ദർവേഷ് റെസിഡൻസി 2000 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. ദർവേഷ് റെസിഡൻസി കഴിഞ്ഞാൽ PVS ഹോസ്പിറ്റലാണ്. പിന്നെ മുന്നോട്ട് പോയതുകൊണ്ട് പ്രയോജനമില്ല. എങ്കിലും 1 മിനിറ്റ് നടക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു L ഷേപ്പിലുള്ള ബസ് സ്റ്റോപ്പ് കാണാം. അവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരാൻ പറ്റും. നടക്കുകയാണെങ്കിൽ 200 മീറ്റർ തിരിച്ചു നടന്നാൽ വീണ്ടും ആനി ഹാൾ റോഡിലെത്തി. ആനി ഹാൾ റോഡിൽ കൂടി വലത്തോട്ട് പോയി കല്ലായി റോഡിൽ എത്തിച്ചേരാൻ 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെയാണ് കോഴിക്കോട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശ്രമമുള്ളത്. നഗരത്തിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമായി ഇവിടെ ഒരു പേ ആൻഡ് പാർക്ക് ഫെസിലിറ്റിയും ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ മനോഹരമായ ആയുർവേദ ആശുപത്രി ബിൽഡിങ്ങിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗവും പ്രവർത്തിക്കുന്നു. ആനി ഹാൾ റോഡിന്റെ തുടക്കത്തിൽ ഗ്രീൻ ആപ്പിൾ ജ്യൂസ് കോർണർ മികച്ച മലപ്പുറം നൈസ് പത്തിരിയും ചിക്കൻ കറിയും നൽകുന്നു. ആനി ഹാൾ റോഡിന്റെ അവസാനം വളരെ നീളത്തിൽ പരന്നുകിടക്കുന്ന ജയലക്ഷ്മി സാരി ഷോപ്പിന്റെ ഷോറൂമാണ്. ഈ റോഡ് കല്ലായി റോഡിൽ എത്തിച്ചേർന്ന സ്ഥലത്ത് നിന്നും ഇടത്തോട്ട് പോയാൽ സ്റ്റാർ ഡോർമെറ്ററി MCC ബാങ്കിന്റെ എതിർവശത്താണ്. 250 രൂപയ്ക്ക് AC ഡോർമെറ്ററി നൽകുന്നു. ഫ്രഷപ്പ് ചെയ്യുവാൻ 100 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. മാസവാടകയ്ക്ക് 4000 രൂപ നിരക്കിൽ കൊടുക്കുന്നുണ്ട്. ജയലക്ഷ്മി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ആദ്യം കാണുന്നത് കിങ് ഫോർട്ട് ലോഡ്ജാണ്. 1400 രൂപയാണ് മുറിവാടക. അത് കഴിഞ്ഞാൽ ആരാധന ടൂറിസ്റ്റ് ഹോമും അതേ നിരക്കിൽ മുറികൾ നൽകുന്നു. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ 2 റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇടതു ഭാഗത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും വലതു ഭാഗത്ത് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും മധ്യത്തിൽ ലോഡ്ജും എന്ന നിലയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 1400 രൂപ വാടകയ്ക്ക് ആരാധന ടൂറിസ്റ്റ് ഹോം മുറികൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ അറ്റ്ലസ് ഇൻ എന്ന വലിയൊരു ലോഡ്ജുണ്ട്. 1000 രൂപ നിരക്കിൽ ഇവിടെ മുറികൾ ലഭിക്കുന്നു. അറ്റ്ലസ് ഇൻ കഴിഞ്ഞാൽ പുഷ്പ ജംഗ്ഷനാണ്. ഇവിടെ ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളുമില്ല. എന്നാൽ പുഷ്പ ജംഗ്ഷനിൽ ജാംജൂം സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഒരു മികച്ച കഫറ്റേറിയ ഉണ്ട്. അവിടെ ലഞ്ചും ഡിന്നറും കൊടുക്കുന്നുണ്ട്. നല്ല ഇരിപ്പിടങ്ങളും അവിടെ ലഭ്യമാണ്.